നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെ മലപ്പുഴയൊക്കെ എനിക്ക് ആപ്പിളൊക്കെ ഇവൻ അടുക്കളയിലേ കയറാറില്ല. ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല, വെള്ളമൊന്നും തിളപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തു തുടങ്ങി. പറയാ ഈ പെണ്ണിനെ എനിക്ക് പേഴ്സണലി എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, എനിക്ക് ഇവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ദിയ കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. ദിയ കൃഷ്ണ അറിയാത്തവരാരുമില്ല, നമ്മുടെ കൃഷ്ണകുമാറിന്റെ മക്കൾ. ആ ഒരു പേരിലാണ് സത്യം പറഞ്ഞാൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത്. ആ 4 മക്കളും അല്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇത് വെച്ച് ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇപ്പം ദിയ കൃഷ്ണയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അശ്വിൻ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ഫുഡ് കഴിപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം വിഷയം എന്താന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണ പ്രഗ്നൻ്റ് ആണ്. ഇപ്പം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. മാലദ്വീപിൽ വെച്ചൊരു നിറവയറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഭയങ്കര വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ആ ഫോട്ടോ ഞാനൊന്ന് സൈഡിൽ വെച്ചേക്കാം. ഈ ഒരു ഫോട്ടോയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തലവേദനയായിട്ടിരിക്കുന്നത്. ഓരോ ആൾക്കാർക്ക് അറിയാലോ, പഴയ 70s 80s ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ നല്ല രീതി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇത് കാണുകയൊക്കെ ചെയ്യുന്നത്. ഈ അടുത്ത് കൊല്ലം സുധി രേണുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ. എന്തായാലും ഞാൻ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് സ്മാർട്ട് പ്ലസ് മീഡിയക്കകത്ത് നിറവേറുമായി മാലദ്വീപിൽ ബേബി മൂൺ ആഘോഷിച്ച് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റ് എൻ്റെ പൊന്നോ, 1.5 സാധനങ്ങളും കമൻറ്റും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ജിമ്മാണെന്ന് തോന്നുന്നു ഉദ്ഘാടന വേദിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അശ്വിൻ്റെ കാര്യം പറയുന്നത്, അശ്വിൻ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കുന്ന കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വിഷയത്തിൻ്റെ ഇത് നോക്കാം. എന്നിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ട്, അത്യാവശ്യമായിട്ട് കുറച്ച് വീഡിയോസ് ക്ലിപ്പുകൾ ഞാനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അതും തുറന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക, ആ കമൻറ്റിലോട്ട് അങ്ങ് പോവാം. ആ കമൻറ്റ് ഈ ഒരു ഫോട്ടോയുടെ താഴെ വന്ന കമൻറ്റാണ് കേട്ടോ, അതിലോട്ട് നമുക്കൊന്ന് പോവാം. ഒരു ചേച്ചി ഇട്ടൊരു കമൻറ്റാ, ഈ പെണ്ണ് ഇങ്ങനെ അതപ്പതിച്ച് പോയല്ലോ കഷ്ടം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അതപ്പതിച്ച് പോയോ എനിക്കറിയത്തില്ല. അങ്ങനെ അതപ്പതിച്ച് പോവാൻ മാത്രം എൻ്റെ അമ്മോ അതപ്പതിച്ച് പോകാൻ മാത്രമായിട്ടൊന്നും ഉണ്ടോ ഇതിനകത്ത്? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, എന്താ പറയുക, ഈ പെണ്ണിനെ എനിക്ക് പേഴ്സണലി എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, എനിക്ക് ഇവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. കാരണം ഈ അടുത്ത സമയത്ത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഇവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലൊക്കെ. കള്ള അഭിനയം ഒക്കെ, കരച്ചിലും പിരിച്ചിലും ഭയങ്കര അഭിനയമായിട്ട് ഫേക്ക് ചെയ്തത്. പിന്നെ ഇതത്ര മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം കാരണം പണ്ട് മുതലേ ഇവരിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അച്ഛൻ വന്നിട്ട് പറയായിരുന്നു, എൻ്റെ മക്കളെ അടക്കോ ഒതുക്കുമായിട്ട് എനിക്ക് കൊണ്ടുപോകണം. പണ്ട് പറയായിരുന്നു, നല്ല ഡ്രസ്സും കാര്യങ്ങളും അടക്കോ ഒതുവായിട്ട് ചിട്ടായിട്ട് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയും. മക്കളിപ്പോൾ കാണിക്കുന്ന എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഓക്കെ, വയറ് കാണിച്ചു കാശുണ്ടാക്കുന്നു. അവർക്ക് കാശുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എന്ത് പറയാനാണ്, നാണം കെട്ട പെണ്ണും അങ്ങനെയൊക്കെയുള്ള രീതിയിലെ കുറേ കമൻറ്റും കാര്യങ്ങളും. പിന്നെ പോസിറ്റീവായിട്ടൊക്കെ കമൻസ് ഒക്കെ ഉണ്ട്. നല്ല പോസിറ്റീവും കാര്യങ്ങളും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അതിൻ്റെ താഴെ പറയുന്നൊരു കാര്യങ്ങൾ, നിങ്ങളുടെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കാണിക്കുകയൊക്കെ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ. ഇപ്പം ഒരുപാട് മാറി, കാലമൊക്കെ ഒരുപാട് മാറി വരുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്, ഡ്രസ്സും അതും ഇതുമൊക്കെ എന്ന് വെച്ച് അപ്പം വന്നിട്ട് ഞാൻ മാന്യമായിട്ട് ഡ്രസ്സ് എടുത്തുള്ളൂ, കുറേ കഴിഞ്ഞിട്ട് മാറ്റി പറയുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊന്നും എനിക്ക് വലിയ ഡബിൾ സ്റ്റാൻഡ് പരിപാടിയോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും പറയില്ല കൊല്ലം സുധിയുടെ വൈഫിൻ്റെ കാര്യങ്ങളൊക്കെയോ, അത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടൊരു കാര്യമാണ്. കാരണം ആ ഒരു കേസ് കേട്ട് നമ്മൾ പറയത്തില്ല. അത് ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, അവർക്ക് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര സൈബർ അറ്റാക്ക് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റിയത്? പവിത്രമായ ഒരു കാലഘട്ടമാണ്, അമ്മയാവാനുള്ള കാത്തിരിപ്പ്. ഇങ്ങനെ തുറന്ന് കാണുമ്പോൾ പഴയ തലമുറയിൽ ഞങ്ങളൊക്കെ നിങ്ങളെ ഓർത്ത് സങ്കടം വരുന്നു എന്നുള്ള രീതിയിലാണ് ഒരു കമൻറ്റും കാര്യങ്ങളും പെട്ടു. പഴയ തലമുറക്കാരൊക്കെയാണ്, അവർക്കിതൊക്കെ കാണുമ്പോൾ സങ്കടം വരും എന്നുള്ള രീതിയിലാണ്. അറിയാലോ, ഇപ്പോൾ പണ്ടത്തെ കാലം വയറ ചടങ്ങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ കുറേ ഫ്രൂട്ട്സും സലാഡല്ല ഈ പറയുന്ന ആപ്പിൾ, ഓറഞ്ച്, മുന്തിരിങ്ങ, ലഡു അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളായിട്ടൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഒരുപാട് മാറി. നാണമില്ലാത്തവൾ, നിനക്ക് അല്ലേ എന്താ എല്ലാവരും കാണിച്ചല്ലേ എന്താ സമാധാനമാകൂ, നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും ആദ്യം കാണുന്നത്
എന്നുള്ള രീതിയിൽ അങ്ങനെയും കുറെ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും അഴിഞ്ഞാട്ടം കുടുംബം ആയിപ്പോയല്ലോ, എന്തോ ഗോമൂത്ര കൃഷ്ണകുമാർ അവിഞ്ഞ മോളല്ലേ, അങ്ങനെ കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു കേസായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടെ. ഇത് പണ്ടുതൊട്ടേ ഇവരുടെ ഇങ്ങനെ ഈ വീക്കിലി ഷൂട്ടും കാര്യങ്ങളൊക്കെ പണ്ടുതൊട്ടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അവർക്കൊരു നോർമലായിട്ടുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അശ്വിൻ എന്ന് പറഞ്ഞൊരു പയ്യനെ കിട്ടിയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം, എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആ ഒരു മനുഷ്യൻ്റെയാണ്. സീരിയസ് ആയിട്ട് പറയാം, പുള്ളി ഭയങ്കര ആഹാരപ്രേമിയാണ്. ഫുഡ് കണ്ട പുള്ളി എന്താ പറയണ്ടേ, ഒരു മനുഷ്യൻ എങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ അതുപോലെ കഴിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ 1-2 കമന്റും കൂടെ ഞാൻ വായിച്ചാലേ, എന്താ ഇവൾക്കൊന്നും ഒരു നാണം ഇല്ലേ, ഈ പെണ്ണ് ഇതെന്താ സൂക്കേടാണ്, എല്ലാം ഊരിക്കാണിക്കും, ഇതൊക്കെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിവാഹം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഒരു 10 ദിവസം കൊണ്ട് ഇവരൊരു ഉദ്ഘാടന സമയത്ത് പോയ സമയത്തും മനഃപൂർവ്വമായിട്ട് ഇതൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെന്താ പറയണ്ടേ, ഞാൻ എന്തായാലും ആ ഒരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറ. ആദ്യം ഒരു ഉദ്ഘാടനത്തിന് പോകുന്നത് എന്തായാലും നമുക്ക് അവരുടെ ഉദ്ഘാടന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഉദ്ഘാടന വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ആൾക്കാരൊക്കെ കുറെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് അതിന്റെ താഴെ ഒരു വീഡിയോയുടെ തമ്പിലേ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അത് സത്യം പറഞ്ഞ് ചിരിക്കാനുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ അത് ചിരിച്ചാനൊരു പരുവായിരുന്നു ആ ഒരു തമ്പിലേയും കണ്ടപ്പോൾ. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, ഇത് വയറ്റിന് ഇങ്ങനെ കുഞ്ഞിനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാ. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റും കാര്യങ്ങളൊക്കെ, എടാ നാറി കൂതറ അലവരാതി ചാനലേ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കമന്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ചേച്ചി ഇട്ട ഒരു കമന്റ് ആണ്, പോസ്റ്റ് മാമിന്റെ അമ്മയും ഇതുപോലൊക്കെ തന്നെയാണ് ഗർഭിണി ആയപ്പോൾ ചെയ്തത്. ഇതൊക്കെ എല്ലാ അമ്മമാരും ചെയ്യുന്നതല്ല, ആദ്യം സ്വന്തം അമ്മയെ ഓർമ്മിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഇട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ചിരിയും വന്ന് അത് വായിച്ചപ്പോഴത്തേക്ക്. പ്രസവിക്കുന്നത് വരെ എല്ലാവരും കാണണം, ലോകത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു ഓരോ കോപ്പിലെ ക്യാപ്ഷൻ. സത്യം പറയാലോ, തമ്പനയിലൊക്കെ പല ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ. നമ്മളൊരു കണ്ടന്റ് തപ്പി പോകാൻ നേരത്ത് ഞാൻ കണ്ടതിന് ശരിക്കും ചിരിച്ചൊരു സംഭവമാണ് കേട്ടോ. പോസ്റ്റ് മാവിന്റെ അമ്മ ഇവനെ മുട്ടിട്ടുണ്ടാക്കിയതാണ്. ലോകത്ത് വേറെ പെണ്ണുങ്ങളൊന്നും പ്രഗ്നന്റ് ആയിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. ഒരു കൂള പോസ്റ്റ്, ഈ കോപ്പ് കാരണം എപ്പി തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ചിരിച്ച ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ സമയത്തും ഇവരെന്തോ ഈ വയറ് മനഃപൂർവ്വം കാണിക്കുകയാണെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ കമന്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ഓക്കെ, ഇതാണ് സംഭവം. ഇതിന്റെ താഴെയും ഓരോ വീഡിയോയുടെ താഴെയും ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്. ഇത് വയറു കാണിക്കൽ ചടങ്ങ്, പിന്നെ ഇവർക്ക് ആരാധകരോ ആരുടെയോ ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ആരാധകർ, ആരുടെ ഇത്ര ദാരിദ്ര്യം പിടിച്ച ആരാധകർ, അങ്ങനെയുള്ള രീതിയിലെ കമന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ കൊള്ളാം, കുലസ്ത്രീകൾ ഇങ്ങനെയൊക്കെ പബ്ലിക് പ്രൊപ്പഗേഷൻ ആകാമല്ലേ, കഷ്ടം തന്നെ, അങ്ങനെ പോയി നാറി കുഞ്ഞിന് മഞ്ഞ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ്, അങ്ങനെയുള്ള കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ. എല്ലാം ലേഡീസാണ് കമന്റ് ഇടുന്നത്. ഡ്രസ്സ് മര്യാദയ്ക്ക് ചെയ്തുകൂടെ, അങ്ങനെ കുറച്ച് കമന്റ്. വയറ് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടിയാണ് ഈ പിറകോട്ട് തിരിഞ്ഞത് പോലെ, കാരണം കാറിന്റെ സൈഡിൽ മൊബൈൽ ഫോൺ ക്യാമറയൊക്കെ വെച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് ദിയ കണ്ടതാണ്. അപ്പം അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ദിയ മനഃപൂർവ്വം കാണിക്കുന്നതാണെന്നാണ് ഈ ചേച്ചി പറയുന്നത്. ഒരുപാട് ആൾക്കാർ കമന്റ് പറയുന്നുണ്ട്, ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ അശ്വിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പറയുന്നുണ്ട്, അശ്വിനാണ് എല്ലാം വൃത്തിയാക്കുന്നത്, തൂക്കുന്നതും തുടയ്ക്കുന്നതും വാരുന്നതൊക്കെ. ഇത് ഇങ്ങനെ പബ്ലിക്, ഈ പെണ്ണൊരു ഓപ്പൺ മൈൻഡാണ്. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ചില ആൾക്കാർ അറിയാലോ, പോസ്റ്റിന്റെ താഴെ വന്നാണ് പെണ്ണും കേട്ടവന ജോലി ചെയ്യാൻ നടക്കുന്ന പരന്നാറി അങ്ങനെയൊക്കെ പറയുന്ന ഓരോ ആൾക്കാരുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ചുതരാം.
നല്ലപോലെ കെയർ എടുക്കാറുണ്ട്. എനിക്ക് രാവിലെ പലപ്പോഴൊക്കെ എനിക്കിങ്ങനെ ആപ്പിളൊക്കെ സത്യത്തിൽ ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല. ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല, വെള്ളം പോലും തിളപ്പിക്കാറില്ല. പക്ഷെ എനിക്ക് വേണ്ടി അവെല്ലാം ചെയ്തു തുടങ്ങി, വീട് വൃത്തിയാക്കി തുടങ്ങി. പുള്ളിക്കാരിക്ക് വേണ്ടി എല്ലാം ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞു, വീട് വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അശ്വിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ താഴെ അശ്വിൻ എന്ന് പറഞ്ഞ ഒരാൾ എന്താ പറയണ്ടേ, ഭയങ്കര ഓപ്പൺ ആണ്, എല്ലാം ഒരു മടിയും കൂടാതെ ചെയ്യുന്നത്. ദിയെ കിട്ടിയ ഏറ്റവും കൂടുതൽ, ആ കുടുംബത്തിന് കിട്ടിയ ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യം ഈ ഒരു ചെറുക്കനാണ്. ഉള്ളാരും പറഞ്ഞില്ല. പിന്നെ ഇവർ ആഹാരം കഴിക്കുന്നതൊക്കെ ഒരു ആർത്തിയോടെ കഴിക്കുന്നതൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അവൻ ആസ്വദിക്കുക കഴിക്കുന്നത്. നമ്മൾ എന്തിനാ സത്യം പറഞ്ഞാൽ ഈ ജോലി മേടിക്കുന്നതും ഓരോ ഇതൊക്കെ ചെയ്യുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടി തന്നെ അല്ലേ? ഞാനെന്തിനാ ഈ വീഡിയോ ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കി എൻ്റെ വീട് ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കണമെങ്കിൽ ആഹാരം കഴിക്കണമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ ഇയാൾ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം. പുള്ളി ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ആശാനെ നമുക്ക് ഇഷ്ടായി ഒരുപാട് ഇഷ്ടായി. ദം ബിരിയാണി ഇതിലെ പ്രസന്റേഷൻ അല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു ഫണ്ണാണ് ഭയങ്കര. ആ പെണ്ണിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഒരു ഭാഗ്യം. പിന്നെ ഇപ്പം എല്ലാവരും കൂടെ വയറ്, അതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ മൊത്തം ആക്കിക്കൊണ്ടിരിക്കുന്നത്. കാലം മാറുമ്പം ഇതും അല്ല, ഇതിൻ്റെ അപ്പുറം കാണാം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ അടുത്ത സമയത്ത് ഒരു കസിൻ 2K കിഡ്സിൻ്റെ കിടത്തിപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, അവൾ പറയുന്നത് കേൾക്കണം, ചേട്ടാ ഇവന്മാരൊക്കെ ഇങ്ങനെ ലിഫ്റ്റിക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്തൊരു കോലം കെട്ട രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, നീ ഈ അടുത്ത സമയത്തല്ലേ ഈ നിനക്കിപ്പോൾ 10-20 വയസ്സ് 21 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് നിന്റെ കാലഘട്ടത്തിൽ നീ ഇതിൻ്റെ അപ്പുറമായിരുന്നല്ലോ. ഓരോ ജനറേഷൻ, ഇപ്പം അടുത്ത ജനറേഷൻ വരുമ്പോൾ ഈ ജനറേഷനെ പിടിക്കത്തില്ല, ഈ ജനറേഷൻ വരുമ്പോൾ അടുത്ത ജനറേഷൻ പിടിക്കത്തില്ല. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ടീംസിന് അന്നത്തെ കാണുമ്പോഴൊക്കെ അറപ്പ് തോന്നും. ഞങ്ങളൊക്കെ ആണെങ്കിൽ അയ്യോ പാപം അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞല്ല. പിന്നെ നമ്മൾ ഈ റിയാക്ട് ചെയ്യുമ്പോൾ ചില ഡബിൾ സ്റ്റാൻഡ് പരിപാടി കാണിക്കുന്ന ടീംസൊക്കെ ഉണ്ട് കേട്ടോ. വന്നിട്ട് എനിക്കൊന്നും വിടാൻ വയ്യായേ, എനിക്കൊന്നും ഇഷ്ടമല്ല, ഇതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വല്ല രീതി സംസാരിക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ, 2 വളർത്തി ചവിട്ടുന്നത്. അവരൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ ദിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ്. പിന്നെ അവർക്കിതൊരു എന്താ പറയുക, അവരുടെ ഫാമിലിക്കാണെങ്കിലും ഒരു വിഷയമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം. എന്താ പറയുക, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ അയാൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ ഇരിപ്പുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ സംസാര രീതികളൊക്കെ കേൾക്കുമ്പോഴാണ് ഓക്കെ. കാരണം ഒരു സ്റ്റാൻഡില്ല ഒന്നിനും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്താ പറയണ്ടേ, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കണേ, അവരവരുടെ രീതി പോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതി മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഫാൾട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തുറന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്താം. എന്തായാലും വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ബൈ, ലവ് യു ഓൾ.